ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് നിറം വെക്കാനും അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു ഫേസ് പാക്കിനെ കുറിച്ചിട്ട്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് റിസൾട്ട് കാണാം. ഒറ്റ യൂസ് തന്നെ എത്ര നിറം വരും എന്നുള്ളത്. ഇത് കണ്ടിന്യൂസ് ഒരാഴ്ച നിങ്ങൾ ചെയ്യാന്നാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പെർമനൻ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നും അതുപോലെ തന്നെ നല്ല നിറവും തിളക്കവും ലഭിക്കുന്നതായിരിക്കും. ബേബി സ്കിൻ എന്നെല്ലാം പറയൂലേ, ആ ഒരു രീതിക്കുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഒറ്റ യൂസ് തന്നെ ഫസ്റ്റ് റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങളത് ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യാനും നിങ്ങൾക്ക് മടിയുണ്ടാവില്ല. കാരണം ഈ ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ 7 ദിവസമെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദിവസവും നിങ്ങൾ എടുത്ത് തേച്ചാൽ മാത്രം മതി. റിസൾട്ടും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് ആണ് കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു പാക്കിനെ കുറിച്ച് എത്രത്തോളം ആൾക്കാർക്ക് അറിയുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ഈ ഒരു പഴത്തിൻ്റെ തൊലി കൊണ്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ തൊലി മുഖത്ത് തേക്കേന് ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പഴത്തൊലി നന്നായി ഒന്ന് കഴുകി തുടച്ചെടുക്കണം. അതെന്തായാലും നിങ്ങൾ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഈ നാര് പോലത്തെ ഉള്ളതെല്ലാം റിമൂവ് ചെയ്തെടുക്കുക. കഴുകൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്തെല്ലാം മായങ്ങൾ ചേർത്തിട്ടാണ് ആ ഒരു പഴം വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നല്ലോണം കഴുകി തുടക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് ചെറിയ പീസസായി കട്ട് ചെയ്തിടാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ബനാനേൻ്റെ ഈ തൊലി കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ. ഈ ബനാന ഈ ഒരു പീല് നമ്മളെ മുഖത്തിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഈ ജപ്പാനീസ് കൊറിയൻകാരെല്ലാം ഫേസ് പാക്ക് ഇതേപോലെയാണ് തയ്യാറാക്കിയിടുന്നത്. ഉറപ്പായിട്ടും ഒരു അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബേബി സോഫ്റ്റ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും അതേപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഇത് ബെസ്റ്റാണ്. അപ്പം ഞാനിത് ചെറിയ പീസസ് ആയിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. പച്ചരി ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു 2-3 ടേബിൾ സ്പൂണോളം പച്ചരി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കറിയാലോ റൈസാണ് അവരെ മെയിനായിട്ടുള്ള ഫേസ് പാക്കിൽ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഇത്ര അളവ് എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മളെ ആ ഒരു അരി നമുക്ക് വെന്ത് കിട്ടണം. അതേപോലെ തന്നെ ആ പഴത്തോട് നന്നായിട്ടൊന്ന് വേവണം. അതിനാണ്. അപ്പം ഞാനിത് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നിങ്ങളിത് വേവിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ പറഞ്ഞത്. കാരണം വെള്ളം വറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. 15 മിനിറ്റ് ഉറപ്പായിട്ടും വേവിക്കുക. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പഴത്തോടും അതേപോലെ തന്നെ നമ്മുടെ അരിയും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചൂടാറിയപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് തണുത്ത് പോയിട്ടൊന്നുമില്ല, ചെറിയ ചൂടുണ്ട്. അപ്പോൾ നല്ല ചൂടിൽ കൊണ്ടുപോയി ഇടണ്ട കേട്ടോ. നല്ല ചൂടിൽ ഇടുന്നേരം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ മിക്സിയുടെ അതായത് ടോപ്പ് തുറന്നു പോകാൻ സാധ്യതയുണ്ട്. ഡേഞ്ചറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നിങ്ങളത് ആഡ് ചെയ്യുക. അതായത് അതിൻ്റെ വെള്ളം അടക്കിടണ്ട കേട്ടോ. വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ, അതായത് ഇത് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം വറ്റിയിട്ടില്ല ണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഒഴിച്ചിട്ടൊന്നും ഇത് തയ്യാറാക്കി എടുക്കരുത്. നമ്മൾ മുഖത്ത് കോട്ടായി നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാലോ, ആ രീതിക്ക് മാത്രം തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് പാക്ക് ഞാൻ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇതുണ്ടാകുക കേട്ടോ. കാരണം അരിയും പഴവും തന്നെ ആ നേരം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാത്രം ഡ്രൈ ആയിരിക്കണം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാം ഡ്രൈ ആയിട്ടുള്ളത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായി അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അരി ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ചെറിയ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ കൂടി നമുക്ക് പിഴിഞ്ഞിട്ടൊന്ന് മിക്സ് എടുക്കണം. അരമുറി കംപ്ലീറ്റ് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇതിന് അരമുറി കംപ്ലീറ്റ് വേണ്ടി വരും. അപ്പോൾ അരമുറി ചെറുനാരങ്ങ കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കാരണം ആ ചെറുനാരങ്ങ നീരും ഈ ഒരു പാക്കും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് റെഡിയാവും. കണ്ടോ, നമ്മുടെ പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രൂപത്തിലാണുള്ളത്. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ മസ്റ്റാണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കൽ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതോടുകൂടി നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കൂടുതലുള്ളത് ഞാനൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ബോട്ടിൽ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ളത് എടുക്കണം. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കും. 7 ദിവസത്തോളം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇത് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട്, അതായത് ഇപ്പോൾ ഉള്ളത് ഉപയോഗിച്ച് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഫ്രിഡ്ജിൽ മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന സമയത്തും നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഇട്ടിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാന്നാണെങ്കിൽ അത് കേട് വന്നു പോകും. ഇതേപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 7 ദിവസം ഇത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. 7 ദിവസം കണ്ടിന്യൂസ് നിങ്ങളിത് യൂസ് ചെയ്യണം. ഇനി ഞാനിതെൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫേസ് നന്നായി കഴുകിയതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണിത്. നല്ല ഇങ്ങനെ സ്ലിപ്പാകുന്ന പോലെ ഉണ്ടാവും ഇത് തേക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഡ്രൈ ആയപ്പം കണ്ടോ, ഇതിങ്ങനെ ഒരു വലിഞ്ഞ് പിടിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മളെ മുഖത്തും അങ്ങനെ തന്നെയാണ്, നല്ല വലിഞ്ഞ് പിടിക്കുന്ന പോലെ ഉണ്ടാവും. ആരും ഇത് മുഖത്ത് തേക്കുന്നത് കൊണ്ട് ഒന്നും പേടിക്കണ്ട. ഇനി നിങ്ങളെ മുഖത്ത് തേച്ചിട്ടില്ലല്ലോ, പിന്നെ നമ്മളെ കൊണ്ട് തന്നെ മുഖത്ത് തേപ്പിക്കുന്നതെന്നുള്ള ഒരുപാട് കമൻറ്റ് എനിക്ക് വരാറുണ്ട്. ഞാനിപ്പോൾ ഇത്രയും കാലം ഒരു 650 വീഡിയോ ഇട്ടതിൽ ഒരിക്കൽ പോലും ക്യാമറേൻ്റെ മുന്നിൽ വന്ന് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫേസ് കാണിക്കാത്തത്. ഞാൻ ബ്യൂട്ടി ടിപ്സ് മാത്രമല്ല റെസിപ്പീസും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഇത് ഫേസിലിടുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പേടിയുള്ളവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, നിങ്ങളൊന്ന് റിസൾട്ട് നോക്കിയേ. ഞാനിപ്പോൾ ഇത് ലൈവായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒറ്റ യൂസ് തന്നെ ഞാൻ പോലെ സത്യം പറഞ്ഞാൽ ഇത്രയും റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും അടിപൊളി റിസൾട്ടാണ്. എൻ്റെ 2 കൈയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല നിറം വെച്ചിട്ടുണ്ട്. നിറം വെക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ നമുക്കൊരു 2 ഷെയ്ഡിൻ്റെ മേലുള്ള ഒരു നിറം കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് തുടച്ചിട്ടൊന്ന് കാണിച്ചു തരാം. എൻ്റെ 2 കൈയും വെച്ചിട്ട് തുടച്ചിട്ട് ഞാൻ ശരിക്ക് കാണിച്ചു തരാം. ഒരു കൈ നല്ല സോഫ്റ്റും കളറും വന്നിട്ടുണ്ട്, മറ്റേ കൈ കുറച്ചും കൂടി ഡള്ളായിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്കിത് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യുക. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മുഖത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി, പേടിയുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒറ്റ യൂസിൽ ഇത്ര റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഒരു 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന് ഊഹിക്കാം. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.